ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. റിട്ടയർഡ് ആയി കഴിഞ്ഞുള്ള സരസ്വതിയുടെ ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള ആശങ്ക ശിവരാമേട്ടൻ പങ്കുവയ്ക്കേ താനും അങ്ങനൊരു ഒറ്റപ്പെടലിലാണ് ജീവിക്കുന്നതെന്ന് സാറും പറയുന്നുണ്ട്. ഇപ്പോൾ എണീറ്റ് നടക്കുമ്പോൾ ഓക്കെയാണെന്നും പിന്നെന്ത് ചെയ്യണമെന്ന് തനിക്ക് നല്ല പേടിയുണ്ടെന്നും ഓൾഡ് ഏജ് ഹോംസോ റിട്ടയർമെന്റ് കമ്മിറ്റികളോ അങ്ങനെ എന്തെങ്കിലും നോക്കണമെന്നാണ് താൻ കരുതുന്നതെന്നും പെൻഷൻ ഉള്ളോണ്ട് അവര് നോക്കിക്കോളുമെന്നും സാറ് ചിരിയോടെ പറയുന്നുണ്ട്. സാറ് പോകുന്നയിടത്ത് സരസ്വതിനെ ചേർത്തേക്കണേ എന്ന് ടെൻഷനോടെ ശിവരാമേട്ടൻ പറയേ, ഏയ് സരസ്വതിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, മക്കളും ചെറുമക്കളും ഒക്കെ ഉള്ളതല്ലേ എന്ന് കൃഷ്ണചന്ദ്രൻ സാറും. എനിക്കെന്തോ അക്കാര്യങ്ങളിൽ ഉറപ്പില്ല സാറേ എന്ന് ശിവരാമേട്ടൻ പറയേ, പിന്നെ അതൊക്കെ സരസ്വതിയുടെ ചോയ്സ് കൂടിയാണല്ലോ, സരസ്വതിക്ക് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഇനിയും ഏറെ സമയമുണ്ട് എന്ന് സാർ പറയുമ്പോഴേക്കും ടീച്ചറമ്മ ചായയുമായി അങ്ങോട്ടെത്തുകയാ. പുറകെ വീണയും റജിയും അങ്ങോട്ടെത്തുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ട് ശിവരാമേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങും കൊച്ചേ. ലില്ലി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന്. അതുകൾക്ക് സരസവും പരിഭവത്തോടെ ഇത് ഏട്ടന്റെ സ്ഥിരം പരിപാടിയാ, ഏട്ടത്തി അവിടെ നിർത്തിയിട്ട് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചങ്ങ് പോവും എന്ന് പറയേ, അടുത്ത വരവിന് അവളെ കൂടി കൂട്ടാം പോരെ എന്ന് ശിവരാമേട്ടനും. മതി മതി എന്ന് ചിരിയോടെ പറഞ്ഞ് ടീച്ചറമ്മ വീണയുടെ മുഖത്തേക്ക് നോക്കേ. അവൾ ടെൻഷനോടെ നിൽപ്പാ. പുറത്തൊരിടത്ത് വെച്ച് കല്ലുവും കാവ്യവും കനിയെ മീറ്റ് ചെയ്യുകയാണ്. എന്താ പിള്ളേരെ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് കനി ചോദിക്കേ. വീട്ടിലിപ്പോ മെയിൻ ഡിസ്കഷൻ കനി കുഞ്ഞയുടെയും ജോണേട്ടന്റെയും കല്യാണ കാര്യങ്ങളാ എന്ന് കല്ല് പറയുമ്പോ, ആണോ എന്താ ഡിസ്കഷൻ, സംഗതി പൊളിക്കാൻ വലതുമാണോ എന്ന് കനിയും. മാമനും അമ്മയും തമ്മിലാ മെയിൻ ഡിസ്കഷൻ. അവർക്ക് രണ്ടാൾക്കും നിങ്ങളുടെ കല്യാണ പരിപാടി ഇഷ്ടമായിട്ടില്ല. കനി കുഞ്ഞയുടെ അച്ഛനെയും അമ്മയെയും അറിയിക്കാതെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്നാ അവരുടെ പ്രധാന പ്രശ്നം എന്ന് കല്ലു പറയേ. ആ പ്രശ്നം പരിഹരിച്ച മഹേഷേട്ടനും രാധേച്ചിയും അനുഗ്രഹിച്ച് കെട്ടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ശപിച്ച് ഭസ്മമാക്കുമായിരിക്കുമെന്ന് കനിയും. ഞങ്ങള് കനിക്കുഞ്ഞയുടെ ഒപ്പമുണ്ടെന്ന് കാവ്യ പറയേ. പോപ്കോൺ മേടിച്ച് തന്നോണ്ട് ഇപ്പൊ നീ എന്റെ ഒപ്പം നിൽക്കുമായിരിക്കുമെന്ന് കനിയും. എൻഗേജ്മെന്റും കല്യാണവും നടന്നാലേ അവര് പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുക എന്ന് കല്ലു പറയേ. അത്രയ്ക്കൊക്കെ ഡെവലപ്മെന്റ്സ് ആയോ എന്ന് കനിയും. അതേന്നേ, പക്ഷേ ഞങ്ങൾക്കത് പറ്റൂല, കുഞ്ഞയുടെ എല്ലാ ചടങ്ങുകൾക്കും ഞങ്ങൾക്കും പങ്കെടുക്കണം, അതിന് കുഞ്ഞ എന്തെങ്കിലും വഴിയുണ്ടാക്കണമെന്ന് കല്ല് പറയേ. അതൊക്കെ നമുക്ക് ശരിയാക്കാടി, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, പിന്നെ ഒരു വഴിയുമില്ലെങ്കിൽ നിങ്ങളെ ഞാൻ തട്ടിക്കൊണ്ടു പോകും എന്ന് കനി പറയുന്നതുകൾക്ക് എന്നാ സ്റ്റേറ്റ് ഇളകും എന്ന് കാവ്യയും. ഇളകിയ നമുക്ക് ഒട്ടിച്ചു വെക്കാടിന്ന് കനി പറയേ. അതല്ല കുഞ്ഞ, സർക്കിൾ ഇൻസ്പെക്ടറുടെ 2 പെൺമക്കളെയല്ലേ തട്ടിക്കൊണ്ടു പോകുന്നേ, അപ്പൊ ഇഷ്യൂ ആവൂലേ എന്ന് കാവ്യ ചോദിക്കുകയാ. അതൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് കനി പറയേ. എന്നാ ഓക്കെ എന്ന് കാവ്യയും. പെട്ടെന്ന് കഴിച്ചേ, ഇപ്പൊ തന്നെ നന്നായി ലേറ്റായി, ഇനിയും വൈകിയാലേ ഇത് ഒരു ഇഷ്യൂ ആവും. ഞാൻ നിങ്ങളെ ആ ജംഗ്ഷനിലാക്കി തരാം, വാ, ഹെൽമെറ്റ് ഇല്ലാത്തോണ്ടേ വലിയ പ്രശ്ന എന്ന് പറഞ്ഞവൾ കല്ലുവിനെയും കാവ്യയെയും കൂട്ടിക്കൊണ്ടു പോവുകയാ. പിന്നീട് മാധവത്തിലേക്ക് കനിയുടെ അച്ഛനും അമ്മയും എത്തുകയാ. ഒരു സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും ആഹാ, പാറച്ചിയും രാമേട്ടനും നേരിട്ടിങ് എത്തിയല്ലോ, കേരളത്തിലേക്കുള്ള വഴി അപ്പൊ മറന്നിട്ടില്ലെന്ന് പറഞ്ഞ് സരസ്വതി അവരെ സ്വീകരിക്കുകയാ. അപ്പോഴാണ് കനിയും തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത്. അവരെ കാണുന്ന അവൾ വഴിയിൽ തന്നെ വണ്ടി നിർത്തി അവരെയും ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. അതിന്റെ മറുപടി പാർവതി ഹിന്ദിയിൽ പറയുമ്പോഴേക്കും, അയ്യോ ഈ ഹിന്ദി ഒന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് മനസ്സിലാവണമെങ്കിൽ മലയാളത്തിൽ തന്നെ പറയണമെന്ന് സരസ്വതിയും. ട്രൈ ചെയ്യാം, ശീലം കൊണ്ടായെന്ന് പാർവതി പറയേ. ചേച്ചി വരൂ എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാ ടീച്ചറമ്മ. അവരെ ലിവിംഗ് റൂമിലേക്ക് സ്വീകരിച്ചിരുത്തി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് സരസ്വതി പോവാൻ തുടങ്ങുന്നേരം, വേണ്ട നീ എവിടെ ഇരിക്കുന്ന് പാർവതി പറയുമ്പോഴേക്കും സരസ്വതിയും അവരുടെ കൂടെ ആ കസേരയിലേക്ക് ഇരിക്കുകയാണ്. അപ്പോഴേക്കും കനിയും അങ്ങോട്ടെത്തുന്നുണ്ട്. അവളെ കാണുന്ന അവളുടെ അച്ഛൻ ഹിന്ദിയിൽ അവളെ വഴക്കു പറയുമ്പോഴേക്കും, അവിടെയുള്ള ചുറ്റിക്കറക്കം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞവൾ ചെറിയമ്മയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാ. പാർവതിയും സരസ്വതിയോടായി, ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ലോ കാര്യങ്ങള്, ആ മാരേജ് അത് നടത്താൻ പറ്റില്ല, അതാ ഞാനും റാംജിയും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, അല്ല ഇവിടെ നിങ്ങളെല്ലാരും കൂടി എങ്ങനെ കനിയുടെ മാരേജ് ഫിക്സ് ചെയ്യുക എന്ന് പാർവതി ദേഷ്യത്തോടെ ചോദിക്കേ. മാരേജ് ഞങ്ങൾ ആരും ഫിക്സ് ചെയ്തതല്ല, അത് കനിയുടെ തന്നെ താല്പര്യവാ, അവളുടെ ആഗ്രഹങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, നടത്തിക്കൊടുക്കും എന്ന് സരസ്വതിയും തീർത്തു പറയുന്നത് കേൾക്കെ. അതെങ്ങനെ വിത്തൗട്ട് അവർ കൺസെന്റ് എന്ന് പാർവതിയും ചോദിക്കുകയാ. നിങ്ങൾ നിങ്ങളുടെ കുടുംബം പിരിച്ചുവിട്ടതല്ലേ, പിന്നെന്തിനാ പാർവതിക്ക് നിങ്ങളുടെ കൺസെന്റ് എന്ന് സരസ്വതി ചോദിക്കേ. ഞങ്ങൾ അവളുടെ ബയോളജിക്കൽ പാരന്റ്സ് അല്ലേ, ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് കനിയുടെ അച്ഛനും. ഈ പറയുന്ന കുട്ടിക്ക് അങ്ങനെയുള്ള യാതൊരു റൈറ്റ്സും ഇല്ലേ എന്ന് സരസ്വതി ചോദിക്കേ. അവളുടെ കാര്യങ്ങൾ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് അച്ഛനും. അല്ല, മാസാദ്യം അച്ഛനും അമ്മയും ഓട്ടോ പേയിൽ കുട്ടിക്ക് കാശ് അയക്കുന്നതാണോ ഈ ടേക്ക് കെയർ എന്ന് സരസ്വതി ചോദിക്കേ. അല്ല, നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ എന്ന് പാർവതിയും ചോദിക്കുക. എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിട്ട് തന്നെയാ ചേച്ചി. ഈ പറയുന്ന ബയോളജിക്കൽ പാരന്റ്സിന് ഈ കുട്ടിയോട് എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ടോ? ഇതുവരെ കനികയെന്നല്ലാതെ മോളെന്നോ കനിയെന്നോ കനിക്കുട്ടിന്നോ നിങ്ങൾക്ക് വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കുട്ടിയുടെ ഇനീഷ്യൽ കൂടി ചേർത്ത് വിളിക്ക്.
അതാ നല്ലത്. കാര്യങ്ങൾ അന്നേരം ഒന്നുകൂടി ഒഫീഷ്യലാവും. എനിക്ക് എന്റെ കുഞ്ഞിയും കനിയും രണ്ടല്ല. ഇവൾക്ക് ചെറിയമെന്ന് വെച്ചാ അമ്മ തന്നെയാ. എനിക്കതറിയാം. അതൊരു യോഗ്യത തന്നെയാ ചേച്ചി. പാർവച്ചി നേരത്തെ ചോദിച്ച എന്റെ യോഗ്യത ഇതാണ്. ഞാൻ സ്നേഹം കൊടുത്ത് കനിക്കുട്ടിയുടെ ഉള്ളു തൊട്ടു. നിങ്ങൾക്ക് കാശ് കൊടുത്ത് ഇവളിൽ പാരന്റ്സിന്റെ അധികാരം സ്ഥാപിക്കണം. രണ്ടും രണ്ടാ ചേച്ചി എന്ന് സരസ്വതി പറഞ്ഞു നിർത്തുമ്പോഴേക്കും കനിക വേറൊരു റിലീജിയനിൽ നിന്ന് മാരേജ് ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതെന്തു വില കൊടുത്തും ഞങ്ങൾ തടയുമെന്ന് കനിയുടെ അച്ഛനും മക്കളെ സ്വതന്ത്ര വ്യക്തികളായി വളർത്തുന്നു. അവളുടെ 18 വയസ്സിൽ കുടുംബം പിരിച്ചുവിടുന്നു. ഇതുവരെ കേൾക്കാത്ത മോസ്റ്റ് മോഡേൺ കുടുംബ സങ്കല്പം. പക്ഷേ മോൾ ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ എല്ലാ മോഡേൺ സങ്കല്പവും തകർന്ന് തരിപ്പണമായി. തനി മൂരാച്ചി അച്ഛനും അമ്മയുമായി. ഞങ്ങളാണ് ബയോളജിക്കൽ പാരന്റ്സ്. ആ കല്യാണം ഞങ്ങൾ നടത്തിക്കൂല. നല്ല ഒന്നാം തരം പുരോഗമന ചേച്ചി. കേരളത്തിലെ സാധാരണ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഇതിലും പുരോഗതിയുണ്ട്. നിങ്ങളങ്ങ് മുംബൈയിൽ കേൾക്കുന്ന കേരള സ്റ്റോറി അല്ലല്ലോ, കേരളത്തിലെ റിയൽ സ്റ്റോറി. നിങ്ങൾക്കത് അറിയാൻ വഴിയില്ല. ഇവിടെ പിള്ളേരുടെ ഇഷ്ടം തന്നെ നടക്കും എന്ന് സരസ്വതി ഉറപ്പിച്ച് പറയേ. നീ കൂടുതൽ വാശി പിടിപ്പിക്കണ്ട. വേണ്ടി വന്നാ ഞങ്ങൾ ലീഗലി പോവുമെന്ന് പാർവതിയും എഴുന്നേറ്റുകൊണ്ട് വെല്ലുവിളിക്കുക. ഞങ്ങളെ അനുസരിക്കാത്ത മക്കൾക്ക് ഞങ്ങളുടെ ടേക്ക് കെയറും വേണ്ടല്ലോ എന്ന് പാർവതി ചോദിക്കേ. അച്ഛനും അമ്മയ്ക്കും സെപ്പറേറ്റഡ് ആവാം. പക്ഷേ ഒരമ്മയ്ക്കും മകൾക്കും ആ ബന്ധം ലീഗലി കളയാൻ ഒക്കത്തില്ല. അച്ഛനായിട്ടുള്ളതും അങ്ങനെ തന്നെയാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ പാരന്റ്സിന്റെ കാര്യമാ. നിങ്ങൾക്ക് നിയമബോധമുണ്ട്. പക്ഷേ മാനസിക ബന്ധമാ എനിക്ക് എന്റെ ചെറിയമ്മയുമായിട്ട് എന്ന് കനി പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഇതിവള് നിങ്ങൾക്കെതിരെ വിളിച്ച മുദ്രാവാക്യമായി കൂട്ടിക്കോ. നിങ്ങളുടെ തല താഴ്ത്തുന്ന മുദ്രാവാക്യം എന്ന് സരസ്വതിയും. അതുകൾക്ക് പാർവതിയും ദേഷ്യത്തോടെ നിന്റെ അടുത്ത് പറഞ്ഞു ജയിക്കാൻ ഞാനില്ല. പക്ഷേ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഞാനും റാംജിയും മടങ്ങുന്നുള്ളൂ എന്ന് തീർത്തു പറയേ. ശരി ആയിക്കോട്ടെ എന്ന് സരസ്വതിയും. അവർ ദേഷ്യത്തോടെ അവിടെ നിറങ്ങി പോകുമ്പോഴേക്കും സംഗതി ഏറ്റു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു എന്ന് കനി ചെറിയമ്മയോടായി പറയേ. അതിനൊക്കെ അവസരമുണ്ട് കനി. വെയിറ്റ്, അവരെങ്ങും പോയിട്ടില്ലല്ലോ. വായെന്ന് വിളിച്ച് അകത്തേക്ക് കുട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഋതുവിനെ രേണു ചായയുമായി വരുന്നുണ്ട്. ഋതു ഫോൺ അങ്ങ് മാറ്റിവെച്ചേ. ദാ കഴിക്കെന്ന് പറഞ്ഞ് ചായ കൊടുത്ത് അവളും ഒരു കപ്പ് ചായ എടുത്ത് കുടിക്കുമ്പോഴാണ് ഋതു ചോദിക്കുന്നത്, അമ്മ ഞാനൊരു കാര്യം പറഞ്ഞാലേ എന്റെ ഒപ്പം നിൽക്കുമെന്ന്. പിന്നെ നിന്റെ ഒപ്പം അല്ലാതെ പിന്നെ ആരുടെ ഒപ്പം നിക്കണമെടാ എന്ന് രേണു പറയേ. അമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ, അച്ഛൻ പല കാര്യങ്ങളിലും പഴഞ്ചന. അത് നീ പറഞ്ഞത് നേരാ. പിന്നെ ഈ മഹേഷ് ഏട്ടന്റെ ഗുണം എന്താണെന്നറിയോ? എന്ത് കാര്യത്തിനാണെങ്കിലും കട്ടയ്ക്കങ്ങ് നിന്നോളൂ. എന്നമ്മ പറയുന്നതുകൾക്ക് കൂടുതലും വിവരക്കേടിനു വേണ്ടിയാ അച്ഛന്റെ വാശിയും നിർബന്ധവും എന്ന് ഋതു. എന്നാലും അച്ഛന്റെ എല്ലാ തോട്ട്സും ശരിക്കും മോൾഡാ. അത് മാറിയില്ലേൽ ഇനി പാടാമേ. ഒരു മെയിൻ പോയിന്റ്, മറ്റുള്ളവരുടെ ലൈഫ് തീരുമാനിക്കാൻ നമുക്കൊരു റൈറ്റ്സും ഇല്ല. എന്താ അമ്മയുടെ അഭിപ്രായം എന്ന് ഋതു ചോദിക്കേ. നീ പറഞ്ഞത് ശരിയാ എന്ന് രേണുവും. അതിൽ അമ്മയ്ക്ക് ഡൗട്ടുള്ള പോലെ എന്ന് ഋതു ചോദിക്കേ. ഏയ്, ഇനി നീ എന്നെയും പഴഞ്ചനാണെന്ന് പറയുമെന്നാ എന്റെ പേടി എന്ന് രേണു പറയേ. അത് നല്ലതാ. അപ്പോൾ നമ്മളെ ഈ വേൾഡിൽ വന്ന ചേഞ്ചസ് ശ്രദ്ധിക്കും. ഇതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുമെന്ന് ഋതുവും. അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നീ ഞാൻ പഴഞ്ചനാണെന്ന് പറഞ്ഞ് വല്ല ആക്രിക്കാർക്കും എടുത്തു കൊടുക്കില്ലേ എന്ന് രേണു ചിരിയോടെ പറയേ. ഈ പേടി അച്ഛനും കൂടി വന്നാ നന്നായിരുന്നു. അച്ഛനും മാറി തുടങ്ങുമെന്ന് ഋതുവും. അച്ഛന്റെ കാര്യത്തിൽ എന്തു മാറ്റമാ നിനക്ക് വേണ്ടേ എന്ന് രേണു ചോദിക്കേ. ഇപ്പൊ അച്ഛമ്മയുടെ ലൈഫിനെ മറ്റൊരു പേഴ്സന്റെ ലൈഫാണെന്ന റെസ്പെക്ട് അച്ഛനില്ല എന്നവൻ പറയുന്നതുകൾക്ക് ഷോ നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ, നീ വല്ലാതങ്ങ് വളർന്നു എന്ന് രേണുവും. പിന്നെ വളരില്ലേ, ഓരോ പേഴ്സണും അവരവരുടേതായ ലൈഫുണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതെങ്ങനെയാ വേണ്ടതെന്ന് അത് അവരുടെ ഡിസിഷനാണ് എന്നവൻ പറയേ. അത് നീ പറഞ്ഞത് ശരി അറിയൂ. ഈ പറഞ്ഞതിന് നിനക്ക് ഫുൾ മാർക്ക് എന്ന് രേണുവും. നമ്മൾ ആരുടെ ലൈഫിലും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ, നമ്മൾ ഡിസൈഡ് ചെയ്യരുതെന്ന് ഋതു പറയേ. നീയെന്ന് മഹേഷേട്ടനും രാധേച്ചിയും സംസാരിക്കുന്നത് കേട്ടോ എന്ന് രേണു ചോദിക്കുക. കേട്ടു. രണ്ടാൾക്കും ശരിക്കും കുഴപ്പമുണ്ട്. അച്ഛമ്മയുടെ ലൈഫ് എങ്ങനെയാ വേണ്ടതെന്ന് ഇവരാണോ തീരുമാനിക്കുന്നത് എന്നവൻ ചോദിക്കേ. അത് നേരാ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെടാ എന്ന് രേണു. കാര്യങ്ങൾ അച്ഛനെ ബോധ്യപ്പെടുത്തണം. പക്ഷേ അച്ഛൻ കുറച്ച് റിജിഡാ. അച്ഛൻ വിചാരിക്കും പോലെ അല്ലമ്മേ വേൾഡ്. അച്ഛനത് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യണം. പക്ഷെ അച്ഛനോട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ കേൾക്കില്ല. ഈഗോ ആയിരിക്കുമെന്ന് ഋതു പറയേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് രേണുവും. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഋതു തന്റെ പ്ലാൻ വിവരിക്കുമ്പോഴേക്കും രേണുവും ശ്രദ്ധയോടെ അത് കേട്ടുകൊണ്ടിരിക്കുക. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇതൊക്കെ അല്ലേമെന്ന് ഋതു ചോദിക്കേ. ഇത് നമ്മൾ കലക്കുമെന്ന് രേണുവും. പിന്നീട് പുറത്തൊരിടത്ത് വെച്ച് വിഷ്ണു കനിയെയും റജിയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതെ, രണ്ടാളും എന്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ ആദ്യം പറഞ്ഞത് സത്യമാണോന്ന് പറ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കേ. വിഷ്ണുവേട്ടനോട് ഇത് ആരാ പറഞ്ഞെന്ന് കനിയും. അതറിഞ്ഞിട്ടെന്തിനാ അയാളെ പോയി ഇടിക്കാനോ എന്ന് വിഷ്ണു ചോദിക്കേ. അതല്ല വിഷ്ണുവേട്ട എന്ന് കനിയും. നിങ്ങൾക്ക് ആളുകളെ ഇടിക്കാനും അടിക്കാനുമുള്ള റൈറ്റ്സ് ആരാ തന്നത് എന്ന് വിഷ്ണു ചോദിക്കേ. അയാൾ അപ്പയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് റജിയും.
അപ്പോ നിങ്ങൾ പോയി അയാൾ അടിക്കൂ. പിന്നെ എന്തിനാ ഞങ്ങളൊക്കെ പോലീസാന്നും പറഞ്ഞ് കസേരയിൽ കയറി ഇരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കെ, ചെറിയമ്മയെ വിരട്ടിയ കാര്യത്തിൽ ഇപ്പൊ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയ ഒരു വാണിങ്, അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് വിഷ്ണുവേട്ടനും അറിയാലോ. അയാൾക്ക് 2 കൊടുക്കാൻ ഇപ്പൊ പോലീസിനെ പണ്ടത്തെ പോലെ പറ്റില്ലെന്നും ഞങ്ങൾക്കറിയാമെന്ന് കനി പറയും. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് പോലീസായോ? വിഷ്ണുവും ചോദിക്കുകയാ. അയാൾക്ക് 2 കിട്ടാത്തതിന്റെ കുറവുണ്ട് വിഷ്ണുവേട്ട എന്ന് റജി പറയാം. ഓരോരുത്തരും തോന്നിയ ക്രൈം ചെയ്തിട്ട് ഇതുപോലെ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എന്താ പണി? മോഹന്റെ കാര്യം എന്നോട് ടീച്ചർ വിളിച്ച് പറഞ്ഞതാ, അതിനനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ലേ എന്ന് വിഷ്ണു പറയുന്നത് കേൾക്കെ, അയാളെ അന്ന് പോലീസ് പിടിച്ചപ്പോ എല്ലാ പോലീസുകാരും കൂടി അയാളെ ഇഞ്ചി ചതയ്ക്കുന്നത് പോലെ ചതച്ചത് ഞങ്ങൾക്കറിയാം വിഷ്ണുവേട്ട എന്ന് കനി പറയേ. പോലീസിനുള്ള റൈറ്റ്സ് ആണോ നിങ്ങൾക്കെന്ന് വിഷ്ണുവും. പോലീസിനും ആരെ ഇടിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ലെന്ന് കനി പറയുന്നത് കേൾക്കെ, അപ്പോ എന്നെ നിയമം പഠിപ്പിക്കുകയാണല്ലേ? രണ്ടിനെയും പിടിച്ചകത്തിട്ട് ഞങ്ങളുടെ റൈറ്റ്സ് എന്താണെന്ന് കാണിച്ചു തരട്ടെ എന്ന് വിഷ്ണു ചോദിക്കുക. ഓറ് വിഷ്ണുവേട്ട, പണ്ട് അപ്പച്ചന്റെ കഴുത്തിന് ഇയാൾ പിടിച്ചപ്പോഴേ 2 എണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ അപ്പയുടെ കാര്യം കൂടി ആയപ്പോ ഒന്നും നോക്കിയില്ല, ദേഷ്യം വിഷമവും കൊണ്ട് ചെയ്തു പോയതാ എന്ന് റജിയും. എടാ, നിനക്ക് സെലക്ഷനായി നിൽക്കുവല്ലേ, വല്ല കേസുമായ നിന്റെ ജോലിക്കാരി എന്താവും? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വേണ്ടേ നിനക്കെന്ന് വിഷ്ണു ചോദിക്കേ, വിഷ്ണുവേട്ടൻ അത് വിഷയമാക്കരുത് എന്ന് കനിയും. എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ആ ശങ്കരൻ വിളിച്ചു പറഞ്ഞതാണെന്ന് വിഷ്ണു പറയേ. ആര്? ആ ഇടങ്കോലോ? അങ്ങേർക്ക് നല്ല ഇടി കിട്ടാത്തോണ്ടാ എന്ന് കനി പറയുന്നത് കേൾക്കെ, ശരി ഇനി അങ്ങേര് ഇടിക്കാൻ ചെല്ലേ. ഇതേവരെ അവന്മാരായിട്ട് ഒരു കംപ്ലൈന്റ് തന്നിട്ടില്ല. ഇനി ആ മോഹൻ എന്തേലും പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ല, ശ്രദ്ധിക്കണം. അടങ്ങി 2 വീട്ടിലിരുന്നോളമെന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കേ. ശരി വിഷ്ണുവേട്ട എന്ന് കനിയും. വിഷ്ണു റജിയോടായി, പിന്നെ നീ ഇവിടെ കിടന്ന് കറങ്ങണ്ട, മുത്താർ മലയിലേക്ക് പോയിക്കോ എന്ന് വിഷ്ണു പറയേ. പോയിക്കോളാം വിഷ്ണുവേട്ട എന്ന് റജിയും. കുട്ടികൾക്ക് വിഷ്ണു തന്റെ കാറെടുത്ത് പോകുമ്പോഴേക്കും അപ്പൊ നമ്മുടെ അടിതട അങ്ങ് പോലീസ് സ്റ്റേഷൻ വരെ എത്തി എന്ന് കനി ചിരിയോടെ പറയാ. വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ അവന്മാരിനി പ്രശ്നമുണ്ടാക്കോ എന്ന് റജിയും ചോദിക്കുക. ഏയ് എവിടെന്ന്, വാ പോവാം എന്ന് വിളിച്ച് കനി റജിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അവിടെ മോഹൻ തന്റെ താവളത്തിൽ പോറ്റിയുടെയും കുമാറിന്റെയും കൂടെ വെള്ളമടിച്ചോണ്ടിരിക്കുക. പോറ്റി കുമാർ ആരെന്ന് മനസ്സിലാവാതെ സംശയത്തോടെ നോക്കിയിരിക്കുന്നത് കാണേ. മോഹനും പോറ്റിയോടായി, എടോ പോറ്റി, എടോ താൻ എന്താ പന്ത കണ്ട പരിച്ചാഴി പോലെ നോക്കിയിരിക്കുന്നേ, തനിക്ക് ഇത്ര നേരമായിട്ടും ആളെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കെ. ഇല്ലെന്ന് പോറ്റിയും ആംഗ്യം കാണിക്കുകയാ. ഞാൻ പറഞ്ഞു തരാം, ഇതാണ് കുമാർ, കുമാരിയുടെ സഹോദരൻ കുമാർ എന്ന് മോഹൻ പറയേ. ഏത് കുമാരി മോഹന എന്ന് പോറ്റി. എടോ വിശ്വന്റെ ഭാര്യ കുമാരി അല്ലേ അളിയ എന്ന് മോഹൻ കുമാറിനോടായി ചോദിക്കുമ്പോഴേക്കും കുമാറും സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, അളിയൻ പറയുന്നതിലെ ഒരു എതിരഭിപ്രായവും എനിക്കില്ല, ഇദ്ദേഹം മഹാനായതുകൊണ്ടാ എനിക്കിതൊക്കെ വാങ്ങി തരുന്നത് അല്ലേ അളിയ എന്ന് ചോദിച്ച് മോഹൻ എണീറ്റ് ഒരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും മോഹനും പോടോ, തന്റെ കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലുമൊക്കെ തന്റെ പെൺപിള്ളേരുടെ അടുത്ത് മതി കേട്ടോ, അല്ല പിന്നെ എന്ന് വഴക്ക് പറയുമ്പോഴേക്കും പോറ്റിയും ബ്രാൻഡിയുടെ മണമടിച്ച് വാപൊത്തി പിടിച്ചിരിക്കുക. അത് കാണേ കുമാറും മോഹനോടായി, ഇങ്ങൾക്ക് കുടിക്കാതെ ഓക്കാനമോ എന്ന് ചോദിക്കെ. എനിക്കിതിന്റെ മണം അടിച്ചാ ചെന്നിക്കുത്തി വരുമെന്ന് പോറ്റിയും. ഞങ്ങൾക്കിത് അടിച്ചില്ലെങ്കിലേ ചെന്നിക്കുത്തുണ്ടാവും എന്ന് ചോദിച്ച് വീണ്ടും പൊട്ടിച്ചിരിച്ച് ഗ്ലാസ്സിലേക്ക് ബ്രാൻഡി ഒഴിക്കുകയാ. മോഹനും പോറ്റിയോടായി, എടോ ഒന്നും അറിയാതിരിക്കുന്ന തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇയാളെ എന്ന് ചോദിക്കെ. പ്രായം കുറച്ചായില്ലേ മോഹന, നീ പറഞ്ഞതാ ആരാന്ന് എന്ന് പറഞ്ഞ പോറ്റി ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും മോഹനും അയാളെ തടഞ്ഞ്, അപ്പോഴേ ആ സോഡ മുഴുവൻ ഒഴിച്ചു തീർക്കല്ലേ, ഇത് തോട്ടിലെ വെള്ളമൊക്കെ എടുത്ത് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ഇങ്ങു തായെന്ന് പറഞ്ഞ് സോഡ പിടിച്ചു വാങ്ങുക. അതായത് തനിക്ക് ഇയാളെ മനസ്സിലായില്ല. എടോ ഇതാണ് നമ്മുടെ സുജി വക്കീലിന്റെ, സുജി വക്കീലിനെ അറിയോ തനിക്ക്? സുജി വക്കീലിന്റെ മാമൻ ശിവരാമന്റെ മോനുമായിട്ട് വക്കീലിന്റെ കെട്ട് നടന്നാൽ പിന്നെ നമ്മൾ 3 പേരും ആരാ, ബന്ധുക്കളാടോ എന്ന് മോഹൻ പറഞ്ഞു ചിരിക്കുമ്പോഴേക്കും അതാണ് ബന്ധം അല്ലേ എന്ന് പോറ്റിയും. അതാണ് ബന്ധം, പക്ഷെ ഒരു പ്രശ്നമുണ്ടോ, ഈ കെട്ടിന്റെ കാര്യം നമ്മുടെ അളിയന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല എന്ന് മോഹൻ പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കുമാർ സുജി വക്കീലിന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നതും അതറിഞ്ഞ ടീച്ചറമ്മയും കനിയും കുമാറിനെ കണക്കിന് കൊടുക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.